നമസ്കാരം. നമ്മളൊപ്പം SDPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി പേര് അൻസാരിയാണ്. ഇലക്ഷനുമായി ബന്ധപ്പെട്ട വാർത്താ സമ്മേളനത്തിലെത്തിയത്. റൈറ്റ്, എന്തുകൊണ്ട് പറയാൻ? നമ്മുടെ ഇലക്ഷൻ അടുത്തിരിക്കുകയാണ്. 2016 ശേഷം നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഏതായാലും SDPയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ 4 ലക്ഷത്തോളം വോട്ട് നേടിയിരുന്നു. കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നമ്മൾ മത്സരിച്ചു. 1480 മത്സരിച്ചത്. അപ്പം ഇതിൽ നിന്ന് ഒരു 4 ലക്ഷം വോട്ട് കിട്ടുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മത്സരിക്കാത്ത കുറേ വാർഡുകളുണ്ട്. 24,000 വാർഡുകൾ 1500ഓളം വാർഡുകളെ മത്സരിച്ചുള്ളൂ. അതാണ് 10%. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വീണ്ടും സാധ്യതകളുള്ള ഇലക്ഷനാണ്. അപ്പോൾ ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഈ നിയമസഭാ ഇലക്ഷൻ LDFനും UDFനും നിർണായകമാണ്. LDFനെ സംബന്ധിച്ചിടത്തോളം അറിയാം, ഇന്ത്യയിലെ ഏറ്റവും അവസാനത്തെ ഒരു ഭരണമാണ്. ഇത് തകർന്നാൽ അവർ മൊത്തത്തിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ മാറുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായ 2 തവണ പോകുന്നു. ഇനി 3-ാം തവണയോടെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഘടകകക്ഷികളടക്കം പ്രശ്നം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിർണായകമാണ്. മറ്റൊന്ന്, നമ്മുടെ സംസ്ഥാനത്ത് BJP ഒരു പ്രത്യേക തരത്തിൽ, അതായത് ഇതുവരെയുള്ള രാഷ്ട്രീയ പാർട്ടികളിലും അല്ലെങ്കിൽ നിലപാടല്ല ഇപ്പോൾ അവർ സ്വീകരിക്കുന്നത്. കേരളത്തിനെതിരായി പ്രചരണം നടത്തിക്കൊണ്ട് കേരളത്തിൽ ചൂടുറപ്പിക്കുകയാണ്. ഉദാഹരണം കേരള സ്റ്റോറി. കേരളത്തിനെതിരായ ഒരു ഇതാണ് വികസനം. കേരളത്തിനെതിരായിട്ട് വികസനത്തിൻ്റെ ഒരു ഇത് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ കേരളത്തിനെതിരായി പറഞ്ഞുകൊണ്ട് BJP മുന്നോട്ട് വരുന്നൊരു ഘട്ടം. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഒരു നിർണായകമായ ഒരു സാഹചര്യത്തിൽ SDPI ഇതുവരെ അനുസരിച്ച് ഇന്ന് സ്റ്റേറ്റ് പ്രസിഡന്റ് അതിൻ്റെ ഒരു പ്രഖ്യാപനം നടന്നു. മത്സരമായിട്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ സാധ്യത കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എല്ലാ ഇലക്ഷൻ വർക്കുകളും മുന്നോട്ട് പോയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണ്ണയം അടിത്തട്ടിൽ നടന്നു. അതിൻ്റെ പ്രപ്പോസൽ എടുത്തു. നമ്മൾ കൺവെൻഷൻ നടത്തിയിരുന്നു. അതിൻ്റെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഒരു നിർണായക ഘട്ടത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം NDAയിലെ BJP അടക്കമുള്ളവരുമായിട്ട് ഒഴിച്ച് ബാക്കി ആരുമായിട്ട് സഖ്യത്തിലെടുത്തതിനോ പ്രത്യക്ഷമായും പരോക്ഷമായും ചർച്ചയ്ക്ക് തടസ്സമില്ല. അങ്ങനെ മുന്നണി ഭാഗമാകുന്നതിനോ അവരുമായി സംസാരിക്കുന്നതിനോ ചർച്ചയിൽ തടസ്സമില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും നമുക്ക് ഗുണകരമാകുന്ന നിലയിലേക്കുള്ളൊരു ഗുണം ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, നമുക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് പോകാനുള്ളൊരു സാധ്യതയാണ് ഇപ്പം നിലവിൽ കാണുന്നത്. അപ്പോൾ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള പുറപ്പാടിലാണോ, അതോ ചില മണ്ഡലങ്ങൾ ഒഴിച്ച്, അതായത് ശക്തിയുള്ളിടത്ത് ഒറ്റയ്ക്ക് നിൽക്കാനും അല്ലാത്തിടത്ത് LDFനെയോ UDFനെയോ പിന്തുണയ്ക്കുക, എന്താണ് വ്യക്തമാക്കിയ? LDFനെയും UDFനെയും പിന്തുണയ്ക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയല്ല. നമ്മൾ ചിലപ്പോൾ മത്സരിക്കാത്ത നിലപാടെടുത്തേക്കും. അവിടെ ഇപ്പം LDFനൊന്നോ UDFനൊന്നോ അല്ലാത്ത തന്നെ നിലപാടെടുക്കാൻ പറ്റും. അവിടെ വേറെ ഘടകങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിൽ മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ കാണുന്നത്. സാധ്യമാകുന്ന സ്ഥലം നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാം. ഉദാഹരണത്തിന് വിജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? വിജയസാധ്യത ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വിജയസാധ്യതയാണ് ഏറ്റവും മുന്നിൽ കാണേണ്ടത്. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കറിയാം, പക്ഷെ നിർണായകമാകുന്ന ഇലക്ഷൻ നമുക്കറിയാം. 2021 58 10,000-ൽ താഴെ വോട്ടുകൾക്ക് ഇടതോ വലതോ ജയിച്ചിട്ടുള്ളത്. 2016 51 ഇടതും വലതും 10,000-ൽ താഴെ വോട്ടുകൾക്ക് ജയിച്ചത്. ഈ 2016 2021 എടുക്കുകയാണെങ്കിൽ 29 ഈ ഒരു അതായത് 29 മണ്ഡലം നിർണായകമാണ്. കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷനിൽ ഇപ്പം UDF ആണല്ലോ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. അങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കിയെന്ന് പറയുമ്പോഴും ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുടെ വോട്ടിംഗ് നില എടുക്കുകയാണെങ്കിൽ 85 UDF ലീഡ് നിൽക്കുന്നത്. ഈ UDF 85 ലീഡ് നിൽക്കുന്നിടത്ത് നിയമസഭയിൽ മത്സരിക്കാൻ വിജയിക്കാത്ത ഒരുപാട് ഇടമുണ്ട്. കോഴിക്കോട് അടക്കം പലയിടത്തും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് അത്രയും കൂടി ഈസി അല്ല. അപ്പോൾ ഒരു നിർണായകമായ SDPയുടെ വോട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച 29 മണ്ഡലങ്ങളിൽ ഇപ്പോൾ 34 സീറ്റ് മേടിച്ച് വോട്ടിന് വിജയിച്ച പെരിന്തൽമണ്ണ SDPക്ക് അവിടെ നിർണായകമായൊരു സ്വാധീനമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മഞ്ചേശ്വരം, അവിടെ BJP വരും എന്നുള്ള രീതിയിൽ UDFനെ നമ്മൾ പിന്തുണച്ച ഒരു സ്ഥലമാണ്. അവിടെ SDP വലിയ സ്വാധീന ശക്തിയാണ്. എന്നതുപോലെ എടുത്തു പറയാൻ പറ്റുന്ന ഒരുപാട് മണ്ഡലങ്ങൾ നമുക്കുണ്ട്. ആ മണ്ഡലങ്ങളിൽ നമ്മുടെ നിലപാട് വളരെ ഇരു മുന്നണികൾക്കും അത് തലവേന ഉണ്ടാവും. ആ അർത്ഥത്തിലാണ് നമ്മൾ ഒരു അവകാശവാദമല്ല എങ്കിൽ പോലും ഒഴിച്ചു മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു പാർട്ടിയാണ്. യാതൊരു സംശയമില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ ശക്തമായിട്ട് ഇപ്പോഴത്തെ BJPയും SDPയ്ക്കും ജമാഅത്തെ ഇസ്ലാമിനും മുസ്ലിം ലീഗിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ ഇലക്ഷനിൽ പുള്ളി പറഞ്ഞത് മുസ്ലിം ലീഗ് അങ്ങനെ ആയിരുന്നില്ല, പക്ഷേ
മുസ്ലിം ലീഗിൻ്റെ സഹായത്തോടു കൂടി അതായത് SDP അവർ തമ്മിൽ ചേർന്നു. അതായത് SDP ഒരു തീവ്രവാദ പാർട്ടിയായിട്ടാണ് അവർ കണക്കാക്കുന്നത്. അപ്പോൾ ഇപ്പോൾ LDFനെയോ UDFനെയോ നിങ്ങൾ പിന്തുണയ്ക്കാതെ വന്നാൽ ഈ വോട്ടുകൾ, അതായത് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ആ വോട്ട് BJPക്ക് അവിടെ സാധ്യത ഉണ്ടാക്കില്ലേ? അല്ല, BJPയുടെ സാധ്യത നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന് പാലക്കാട് ഇങ്ങനെ ചെറിയ വോട്ടിന് പോയ സ്ഥലങ്ങളിൽ ഈ SDP-യുടെ ഈ പറഞ്ഞ രണ്ടിലും LDFലും UDFലും SDP-യുടെ വോട്ടുണ്ട്. ഏതെങ്കിലും ഇത് പോകുമ്പോൾ ഈ വോട്ട് കൊണ്ട് ചിലപ്പോൾ ഈ LDFനോ UDFനോ അവിടെ ഒരു പരാജയം സംഭവിച്ചാൽ അവിടെ BJPക്ക് സാധ്യതയില്ലേ? ഞാൻ പറഞ്ഞത് BJP എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം LDF UDF ജയിച്ചാൽ എന്താ ഗുണം? യഥാർത്ഥത്തിൽ പിന്നെ ഈ കേരളത്തിൽ ഇപ്പം നമുക്കൊന്ന് മൊത്തത്തിലൊന്ന് എടുത്ത് നോക്കി, പിന്നെ KSRTCയിലെ ഏറ്റവും വലിയ സംഘടന BMS ആണ്. പിന്നെ പോലീസ് സേനയിൽ ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ളത് RSSനാണ്. അവരുടെ സംഘടന ഇപ്പം സ്വന്തമായിട്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പോവാണ് അസോസിയേഷനിൽ. പിന്നെ നോക്കി എല്ലാ മേഖലയും നോക്കുകയാണെങ്കിൽ RSSന് വ്യക്തമായ സ്വാധീനമുണ്ട്, സാന്നിധ്യമുണ്ട്. ഇപ്പം നമ്മൾ ചർച്ചയല്ലോ, പോലീസ് ഓഫീസർമാർ വരെയും RSSന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടു. പക്ഷേ ഒരു ദിവസം പോലും BJP ഭരിച്ചിട്ടില്ല. BJP ഭരിക്കാത്ത സംസ്ഥാനത്താണ്. അതാരാ? ഈ ഇടതുപക്ഷമോ അല്ലെങ്കിൽ വലതുപക്ഷമോ ഭരിച്ച ഇവരുടെ സ്വാധീനവും ഇവരുടെ അനുവാദമാണല്ലോ. പിന്നെ ആരെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഇനിയിപ്പോൾ പിന്നെ BJP ഇത് മാറി UDF വരട്ടെ, UDFനെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? LDF വരട്ടെ, LDFനെ കൊണ്ട് എന്തെങ്കിലും അങ്ങനെയില്ല. അതുകൊണ്ട് നമുക്ക് ഇങ്ങനൊരു പ്രതീക്ഷ വേണ്ട. എന്തായാലും BJP വരുന്നു, അതിൻ്റെ പേരിൽ അങ്ങനെ ആത്മാർത്ഥം ഉണ്ടായിരുന്നെങ്കിൽ പാലക്കാട് ഇന്ന് LDF അല്ലെങ്കിൽ UDF ഭരിക്കുന്നതല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് ചെറിയ ഇതല്ലേ ഉള്ളൂ, ഇടതും വലതും കൂടെ ഇന്ത്യ മുന്നണി എന്നുള്ളതല്ല, ഇന്ത്യയിലെ മൊത്തം സഖ്യം ഇവിടെ നിന്ന് നിന്നാൽ അവർക്ക് പറ്റുമായിരുന്നല്ലോ. UDF BJPയെ അകറ്റി നിർത്തണമെന്നൊരാഗ്രഹം ഇടതിനോ വലതിനോ ഇല്ല. അതിന് ഉദാഹരണം ഞങ്ങൾ തന്നെ പത്തനംതിട്ട ജില്ലയിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ 5 UDF, 5 പിന്നെ BJP, 3 SDP. അവിടെ നമ്മൾ UDFന് പിന്തുണ കൊടുത്തു. കാര്യം BJP വരരുതെന്ന് പറഞ്ഞുകൊണ്ട്. അവിടെ നേരെ എന്ത് ചെയ്തു, ഞങ്ങൾ പിന്നെ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ച അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചു. ആരുടെ നിർദ്ദേശപ്രകാരം? സതീശൻ്റെ നിർദ്ദേശപ്രകാരം. അപ്പോൾ ഒരു പഞ്ചായത്തിൽ സതീശൻ ഇടപെടുക, കാര്യം അവിടെ BJP വരുന്നതെന്ന് അറിഞ്ഞിട്ട് പോലും. അപ്പോൾ അദ്ദേഹത്തിന് അതൊരു വിഷമം വരുന്നില്ല, അല്ലെങ്കിൽ BJP വരുന്നല്ലോ എന്നുള്ളൊരു തോന്നലൊന്നും അവർക്കില്ല. അപ്പം ആ രാജി വെച്ചതിന് ശേഷം പിന്നെ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പം BJP അവിടെ അധികാരത്തിലെത്തുന്നത്. ആ അധികാരത്തിലെത്തിയപ്പോൾ പോലും അവിടെ എന്ത് ചെയ്തിട്ട് പിന്നെ ക്രമവിരുദ്ധമായിട്ടാണ് വോട്ട്, പിന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പ് ക്രമവിരുദ്ധമായിരുന്നു. ഇത് UDFന് അറിയാം കൃത്യമായി, LDFനും അറിയാം. പക്ഷേ ഇവർ രണ്ടുപേരും പരാതി കൊടുത്തിട്ടില്ല. SDP ആണ് അവിടെ ജില്ലാ കളക്ടറെ കൊണ്ട് പരാതി കൊടുത്ത് അവിടെ പിന്നെ അയോഗ്യനാക്കിയത്. പിന്നെ അവർ ഹൈക്കോടതി പോയത് നേടിയെങ്കിൽ പോലും അങ്ങനൊരു നടപടിക്രമം പോലും കൃത്യമല്ലാതെ ഒരു പിന്നെ BJP അധികാരത്തിൽ വരുന്നിടത്ത് പോലും ഇടപെടാൻ കഴിയാത്ത LDFനെ UDFനെ നമ്മളെന്തിനും പ്രതീക്ഷിക്കണം? അവർ വരുന്നു എന്ന് വിചാരിച്ച് നമ്മളെന്തിനാ അങ്ങനെ നോക്കിക്കുന്നത്? SDP-യുടെ ഒരു ബാധ്യതയല്ല BJP ജയിക്കുമോ പരാജയപ്പെടുമോ, അതൊന്നും നമ്മുടെ ബാധ്യതയല്ല. മറ്റൊരു ചോദ്യം, കോൺഗ്രസ് OLB സഖ്യം, കോൺഗ്രസ് ലീഗ് BJP സഖ്യം ഒരിടയ്ക്ക് ഒരു ചർച്ച വന്നു. അത് ഇപ്പോൾ നിലവിലുണ്ടോ ഇല്ലയോ എന്നത് അപ്രസക്തമാണെങ്കിലും കണ്ടമാനം മുസ്ലിങ്ങൾ ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറുന്നുണ്ട്. ഭാവിയിൽ SDP-യും BJP-യും തമ്മിൽ എന്തെങ്കിലും ഒരു അലയൻസിന് സാധ്യത ഉണ്ടോ? ഒരിക്കലുമില്ല. SDP-യുടെ നയം അറിയുന്ന ഒരാളങ്ങനെ ചോദിക്കില്ല. കാര്യം വെച്ചാൽ പിന്നെ ഒരു കാലത്തും BJP-യെ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഒരു കാലത്തും അതിനെ RSSനെയും അംഗീകരിക്കാൻ കഴിയില്ല. അത് പിന്നെ അതിൻ്റെ ഒരു ആശയം രാജ്യത്തെ വെട്ടിമുറിക്കാൻ. ഞാൻ പറയട്ടെ, ഈ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ, മതേതര രാജ്യം. ഇത് മതേതര രാജ്യമാകരുത്, ഇതൊരു പിന്നെ ഒരു മതരാഷ്ട്രമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒന്നാം കക്ഷിയാണ് RSS. അങ്ങനെ മതരാഷ്ട്രമാകണമെന്ന് ഇനി ഒരു മുസ്ലിം സംഘടന വന്ന് പറഞ്ഞാൽ അതിനെയും ഞങ്ങൾ അകറ്റി നിർത്തും. ഒരു ക്രൈസ്തവ സംഘടന പറയും മതരാഷ്ട്രമാണെന്ന് ഞങ്ങൾ അകറ്റി നിർത്തും. എന്നതുപോലെ ഈ രാജ്യം മതേതരമാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭരണഘടനയിൽ ഊന്നി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് SDP. അതാണ് ഒരു ഇത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനപ്പുറത്തേക്ക് ഒരു മതരാഷ്ട്രമാകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ അതിൻ്റെ പിന്നെ RSSനെയും BJP-യും നമ്മൾ തീർക്കുന്നത്. അങ്ങനെയെങ്കിലും മറ്റൊരു ചോദ്യം, ഇതിപ്പോൾ ജമാഅത്തെ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇത് ആക്ഷേപിക്കുന്നത് ഇങ്ങനെ, അതായത് ജമാഅത്തെ ഇസ്ലാം ഭരണത്തിൽ വരികയാണെങ്കിൽ അവരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവരൊരു മതരാഷ്ട്രത്തിനാണ് ശ്രമിക്കുന്നത് ജമാഅത്തെ ഇസ്ലാം. അപ്പോൾ നിങ്ങളും SDP-യും ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ ടൈപ്പുണ്ടോ? വേറൊന്ന് ഞങ്ങളെക്കുറിച്ചും അത് പറയാനുണ്ട്, മതത്തിന്. പക്ഷേ നമ്മുടെ എവിടെയെങ്കിലും നമ്മുടെ ഒരു പ്രസ്താവനയിലോ നമ്മുടെ ഭരണഘടനയെ നമുക്ക് വേണേൽ തരാം, ഭരണഘടനയിലോ നമ്മുടെ പോളിസിയിൽ എവിടെയെങ്കിലും നമ്മളൊരു മതരാഷ്ട്രത്തിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സമുദായത്തെ, ഇനിയിപ്പോൾ ഇതിനകത്തിപ്പോൾ SDP സംബന്ധിച്ച മുസ്ലിങ്ങളാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ളത് എങ്കിൽ പോലും ഈ ഒരു മുസ്ലിം പാർട്ടിയായിട്ട് നമ്മളിത് പറയുന്നില്ല. അവിടെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ എല്ലാ വിഭാഗം ആൾക്കാരും ഇതിനകത്ത് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്.
ചെറുതാണെങ്കിലും അവരെ ഉൾക്കൊള്ളിച്ചും അവരെന്ത് ചെയ്തത് അങ്ങനെ ഒരു മതേതരം ഇതായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. ആരോപണങ്ങൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, പക്ഷെ മറ്റേത് വസ്തുതയാണ്. RSSനെ നമ്മൾ ഉന്നയിക്കുന്നത് വസ്തുതയാണ്, ആരോപണമല്ല. അവരുടെ നിലപാട് അതാണ്, അവരുടെ പ്രഖ്യാപിതമായ നിലപാട് അതാണ്. അത് അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരിപ്പോൾ ഭരണത്തിൽ അത് നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് BJPയുടെ ഒരു കാലഘട്ടത്തിലും നമുക്ക് സഖ്യം ചേരാൻ കഴിയില്ല. അപ്പോൾ ഒരു മതേതര ഇന്ത്യയാണ് സ്വപ്നം. തീർച്ചയായും. അപ്പോൾ ആ സ്വപ്നം സാക്ഷാത്കരിക്കട്ടെ. താങ്ക് യു. യു വെൽക്കം.